ഉത്തര ചെമ്പേരി തറവാട്ടിലെ പിഴച്ച സന്തതിയാ. അവക്ക് തന്തയില്ല. പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയണം. ഞാൻ പറയില്ല. ജസ്റ്റിസിന് സത്യത്തോടെ താല്പര്യം. ആ കുടുംബം അത് ഉൾക്കൊള്ളും വൈകാതെ. എന്നിട്ട് അവളെ കൂടെ കൊണ്ടുപോകും മൂത്ത മോളായിട്ട് വാഴിക്കാൻ അല്ലേ? ആരാടി അവള്? ജസ്റ്റിസിന്റെ കാല് നക്കാൻ പോലെ യോഗ്യത പിഴച്ച. ഇനി അങ്ങനെ പറയരുത്. ജസ്റ്റിസിന് പിറന്നതാണ് കുഴപ്പമെങ്കിൽ കൂടെയുള്ള രണ്ടെണ്ണത്തെ വിളിക്കണം. ഇതൊക്കെ ചെമ്പേരി മനസ്സിലായി. ുള്ള തീരുമാനമായിരുന്നു എന്ന് എനിക്കറിയാം. ഒരവസരം തരാൻ ഞാൻ. നാളെ വെളുക്കുമ്പോ ജസ്റ്റിസും കുടുംബവും സ്വസ്ഥമാവണം. അതല്ലെങ്കിൽ ചെമ്പേരി തറവാട്ട് ദേവി ഒന്നുകൂടി നാവ് നീട്ടും. ഇവിടെ നടക്കുന്ന നരബലിക്ക്. പോണം. പറയണം അവരോട് എല്ലാം കള്ളമായിരുന്നു. മിണ്ടി പോവരുത്. വെറുതെ അല്ലടി അയാൾ നിന്നേക്ക് ഭരിക്കുന്നത്. തമ്പുരാന്റെ കൽപ്പന ഞാൻ അനുസരിക്കില്ല. അതിന്റെ പേരിൽ സംഭവിക്കുന്ന എന്തായാലും. നളിനി, മക്കൾ ഉറങ്ങിയോ? ഞാൻ നോക്കിയില്ല. ആഹാരം കഴിച്ചില്ല. ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട്. ഉറങ്ങാൻ അത് മതി. അവര് പട്ടിണി കിടന്നാൽ നിർബന്ധിക്കായിരുന്നില്ലേ അവരെ? തെറ്റ് ചെയ്തത് ഞാനല്ല. മാപ്പ് ചോദിച്ച് അവരെ സമാധാനിപ്പിക്കാം. കുഞ്ഞുങ്ങളാണവര്. പകയോ വിദ്വേഷമോ ആണിപ്പോ മനസ്സിലിട്ട് കൊടുക്കുന്നതെങ്കിൽ പിന്നെ ഈ ആയുസ് മുഴുവൻ. അവരെ പേടിയുണ്ട്. എന്നെയോ? എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പൊറുക്കണം. നമ്മുടെ കുടുംബത്തെ ഓർത്ത് മറക്കാൻ പറ്റണം നള്ളിക്ക്. നിങ്ങൾ മറക്കോ? അതിന് പറ്റോ നിങ്ങൾക്ക്? ഉത്തരയെയും അവളുടെ അമ്മയെയും ഒരു നിമിഷം കണ്ണടച്ച് മറന്നിട്ട് എന്റെ കൂടെ ജീവിക്കാൻ പറ്റൂ നിങ്ങൾക്ക്? നളിനി, പറ്റില്ല. നിങ്ങൾ എന്നോട് വിശദീകരിച്ച് പറഞ്ഞ കഥയും ഓരോ വാക്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ആ പെണ്ണുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഞാനത് കണ്ടിട്ടില്ല. കള്ളം. അല്ല, ഒരുമിച്ച് ഒരേ വീട്ടിൽ തങ്ങുന്നതിന്റെ പരിചയം, ഒന്നിച്ച് യാത്ര ചെയ്തതിന്റെ സൗഹൃദം, പിന്നെ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചവളോടുള്ള ബാധ്യത. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്നോട് എന്താ തോന്നിയിട്ടുള്ളത്? നളിനി, പ്ലീസ്. ചൂണ്ടിക്കാണിക്കാൻ ഒരു തെറ്റ് കിട്ടിയെന്ന് കരുതി ശരികളൊന്നും ഞാൻ ചെയ്തില്ലെന്ന് പറയരുത്. നിന്നെ സ്നേഹിക്കുന്നത്, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് കള്ളം കാണിച്ചിട്ടില്ല ഞാൻ. എനിക്ക് കേൾക്കണ്ട. വഞ്ചന നിങ്ങളിൽ നിന്ന് തുടങ്ങിയതല്ല. വാക്ക് കൊടുത്ത തറവാട്ടുകാരനവരിൽ നിന്ന് അത് ആരംഭിച്ചത്.
നളിനി പ്ലീസ്. ഇത്രയും കാലം നിങ്ങൾ എന്നോട് കാണിച്ചതൊക്കെ സ്നേഹത്തിന്റെ ഉച്ചിഷ്ടമാ. ഭൂമിയിൽ ഒരു പെണ്ണത് പൊറുക്കില്ല. കളങ്കമില്ലാത്തവനെ പോലെ ചിരിച്ച് ശിക്ഷിക്കുകയായിരുന്നു നിങ്ങൾ എന്നെ ഇത്രയും കാലം. പകരം എനിക്ക് ശിക്ഷിക്കണം നിങ്ങളെ, വേദനിക്കണം നിങ്ങൾ. വേദനിക്കും, വേദനിക്കും. തമ്പ്രാനെ, തമ്പ്രാനെ, എന്താടാ? തമ്പുരാനെ അപമാനിച്ചേ അടങ്ങുമല്ലേ? ആയിട്ട് കിടന്ന് ഇനി നീ മറ്റുള്ളവരെ കൊല്ലണ്ടേ? ഒരിക്കൽ പുറത്തിറക്കിയതിന്റെ അഹങ്കാരമാണ് നിനക്ക്. ഈ ശിക്ഷ നിനക്ക് മാത്രമല്ല, നിന്നെ പുറത്തിറക്കിയവരും കിടന്ന് പേട്ടായി. തിരിച്ചറിയണം നിനക്ക്. നിനക്ക് കൊല്ലണ ദുഷ്പേര് മാറ്റണം അല്ലടി. ചെമ്പേരിൽ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ കൊല്ലുന്ന നിന്നെ അല്ല, ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. മാധവൻ ഇവളുടെ തന്തയാണെന്ന് പറയുന്നതുകൊണ്ടുള്ള ദുരന്തം എന്താ അറിയൂ നിനക്ക്? വിഷം കഴിച്ച് ഗുരുതരാവസ്ഥ കിടക്കുക അയാളുടെ ഭാര്യ. അവനെ അപമാനിക്കപ്പെട്ടത് ചെമ്പേരി തമ്പുരാന്റെ മുമ്പിൽ വെച്ച ഓർക്കില്ല ഞാൻ. അപമാനിക്കപ്പെടണം. ഇത്രയും നാള് എന്റെ ചേച്ചി നാട്ടുകാർ മുഴുവൻ പിഴച്ചുകൊണ്ടെന്ന് വിളിച്ചില്ലേ? ഇവളെ തന്തയില്ലാത്തവളെന്ന് പരിഹസിച്ചില്ലേ? അതിനൊക്കെ കാരണക്കാരനായ ഒരാൾ അപമാനിക്കപ്പെട്ടെങ്കിൽ അത് ദൈവം തീരുമാനിച്ചതാ. ജസ്റ്റിസിന്റെ ഭാര്യക്ക് എന്തെങ്കിലും സംഭവിച്ച ഒരു കുഴിയിൽ അടക്കം ഞാൻ രണ്ടിനെയും. കാത്തിരുന്നോ ചാവാനായിട്ട്? കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു, ഇപ്പൊ ബെറ്ററാ. ഈശ്വര, അവൾ
എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. സാധാരണ കാണിക്കുന്ന വാശികളിൽ തന്നെ മറ്റ് സ്ത്രീകളെക്കാൾ മുമ്പിലാണ് നളിനി. ഇപ്പോ എന്നോട് പൊറുക്കുക. ചെമ്പേരി നിങ്ങൾക്കൊരു നാണക്കേടുണ്ടാവുക, അതിന്റെ പേരിൽ ഒരു ദുരന്തം നടക്കുക. എനിക്ക് ചിന്തിക്കാനാവില്ല അതൊന്നും. സത്യങ്ങളും കള്ളവും അംഗം പെട്ടുന്നിടത്ത് വിധി നിശ്ചയിക്കുന്നവനായിരുന്നു ഞാൻ. സത്യം മറയ്ക്കാൻ പറ്റില്ല തമ്പുരാൻ. ഞാൻ കാണാം നളിനിയെ, പറഞ്ഞ് മനസ്സിലാക്കാം. പേടിക്കണ്ടോ, എങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്കറിയാം. ഇതുവരെ സമ്പാദിച്ച നല്ല പേരൊക്കെ നശിച്ചു, കുടുംബം ഇല്ലാതായി. അങ്ങനൊന്നും വേവലാതിപ്പെടണ്ട മാധവൻ നായർ. പിന്നെ സ്ത്രീകളുടെ കാര്യം എപ്പോഴാ പൊട്ടിത്തെറിക്കണ്ടെന്ന് ചോദിച്ചു നിൽക്കുക അവരുടെയൊക്കെ മനസ്സ്. അതിലൊന്നും ഒരു കാര്യമില്ലടോ. അവരുടെ പ്രതിഷേധം ആദ്യം അംഗീകരിക്കുക, പിന്നെ ആശ്വസിപ്പിക്കുക, അതിനുശേഷം വേണമെങ്കിൽ ശാസിക്കുക. എനിക്കിതൊന്നും വേണ്ടി വന്നിട്ടില്ല. ഉറക്കെയുള്ള ശബ്ദങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നുമില്ലായിരുന്നു എന്റെ കുടുംബത്തിൽ. കോടതിയെപ്പോലെ പൊസിഷൻ കൊണ്ട് ഞാൻ നിശബ്ദമാക്കിയതല്ല, സ്നേഹത്തിന്റെ ഒഴുക്കിൽ നിശബ്ദമായതാണ്. ഇപ്പോ എന്റെ മക്കള് പോലും കടലിളകുന്നതും കരയിടിയുന്നതും എല്ലാവരെയും ഒരുപോലല്ലേടോ ബാധിക്കുന്നത്. അതൊക്കെ മാറ്റണം. ഞാൻ നളിനി ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, എവിടെയാ? റൂം നമ്പർ 7. എന്തബദ്ധമാ നളിനി കാണിച്ചത്? നാടറിഞ്ഞാലുള്ള നാണക്കേട്. ഇതിനേക്കാൾ വലിയ എന്ത് നാണക്കേടാ തമ്പുരാൻ. ചതിക്കായിരുന്നില്ലേ ഞങ്ങളെ? ചെറുപ്പകാലത്ത് സംഭവിച്ചൊരു തെറ്റ്, അത് എല്ലാവരും മറന്നു നളിനി. ചിലതൊന്നും മറക്കാതെ ജീവിക്കാനാവില്ല ആർക്കും. മറക്കണം. നിങ്ങളുടെ കുടുംബമല്ലേ വലുത്. എത്ര നിസ്സാരമായിട്ടാ തമ്പുരാൻ പറയുന്നത്. പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഇനി എന്ത് കുടുംബം? ഈ ക്ഷോഭമൊക്കെ ഒന്ന് അടങ്ങിക്കഴിയുമ്പോ നളിനി നന്നായിട്ടൊന്ന് ആലോചിക്കണം. എനിക്കിനി ആലോചിക്കാനൊന്നുമില്ല. നളിനി, തമ്പുരാൻ പപ്പയെ ന്യായീകരിക്കണ്ട.
ഞങ്ങൾക്ക് എത്ര നാണക്കേടാന്ന് അറിയോ തമ്പുരാന്? ഇവിടെ ആയത് ഭാഗ്യം. അവിടെ വെച്ചായിരുന്നെങ്കിൽ ഫ്രണ്ട്സിന്റെ മുമ്പില് പപ്പയെ കുറിച്ച് ഇങ്ങനൊരു കാര്യം പുറത്തറിഞ്ഞാ പിന്നെ പത്രത്തിൽ വരും. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ പിന്നെ? ഹേ, ആരും അറിയില്ല. വേണ്ട തമ്പുരാൻ, ഞങ്ങൾ പൊറുക്കില്ല. അത്ര സ്നേഹിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ മനുഷ്യരെ. ജസ്റ്റിസ് മാധവൻ നായരുടെ പേരിന് കളങ്കം ഉണ്ടാക്കുന്നതൊന്നും എന്റെയോ മക്കളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഭർത്താവിന്റെ പഴയ ഒരു പ്രണയ കഥയല്ല കേട്ടത്. അദ്ദേഹത്തിന് പിറന്ന കുട്ടിയാണ് കൺമുന്നിൽ കണ്ടത്. ഇത്രയും കാലം അറിയില്ലായിരുന്നു പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ വളർത്തിയായിരുന്നു തമ്പുരാനെ കൊണ്ട് രഹസ്യമായിട്ട്. ചെമ്പേരി തമ്പുരാൻ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല എന്ന് തിരിച്ചറിയാൻ നാളെനിക്കിപ്പോ എന്നോടുള്ള പരിചയം പോരാ. നിങ്ങളുടെ കുടുംബ ഭദ്രതയ്ക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യാം. അവളെ കൊല്ലുന്നതടക്കം. പിന്നെ ജസ്റ്റിസ് മാധവൻ നായരുടെ ഭാര്യ പദവിയോ മക്കൾ സ്ഥാനവോ ഒക്കെ വലിച്ചെറിയാൻ വളരെ എളുപ്പമാ. പക്ഷേ വലിച്ചെറിയുന്നതിന്റെ വില ഓർത്തിട്ടേ അത് ചെയ്യാവൂ. ഞാനിനിയും വരും. ജസ്റ്റിസിന്റെ കുടുംബം എനിക്ക് സ്വന്തം കുടുംബം തന്നെയാണ്.